ഗഫൂർ സൗദിയിലെ വില നിലവാരം കൂടി അറിയിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇത് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ പൂനെയിൽ നിന്നും പോകുന്ന സവാളയാണല്ലോ പല ഗൾഫ് മാർക്കറ്റുകളിലും ഒക്കെ ലഭ്യമാവുന്നത്. അവിടെ നല്ല വിലയാട്ടോ. ഗഫൂർ പറയുന്നത് 1 കിലോ ഉള്ളിക്ക് 9 റിയാലാണ് എന്നാണ്. ആണോ? അങ്ങനെ 9 റിയാൽ എന്ന് പറഞ്ഞാൽ 22 രൂപ വെച്ച് നോക്കിയാൽ 198 രൂപ വരും. 1 കിലോ ഉള്ളിക്ക് സൗദിയിൽ ഇന്ത്യൻ കറൻസിയിൽ 198. തക്കാളി 7 റിയാലാണ്, 154 രൂപ വരും ഇന്ത്യൻ മാർക്കറ്റിൽ. ചെറിയ ഉള്ളി 22 റിയാൽ, 484. നേന്ത്രപ്പഴം 18 റിയാൽ. ഇതാണ് സൗദിയിലെ സ്ഥിതി എന്ന് കൂടി പറയുന്നു. അപ്പോൾ ഈ വിലക്കയറ്റം പൊതുവെ എല്ലായിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥ ചതിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഈ ഹോർട്ടികോർപ്പിൻ്റെയൊക്കെ മാർക്കറ്റുകളിൽ ഇത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഹോർട്ടികോർപ്പും സപ്ലൈകോയുടെയൊക്കെ കാര്യത്തിൽ ചെറിയ പരാധീനതകളുണ്ട്. സപ്ലൈകോയിലെ പല സാധനങ്ങളും ഇപ്പോഴും കിട്ടുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. സപ്ലൈകോ യഥാർത്ഥത്തിൽ നടുവൊടിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇടയ്ക്കൊന്ന് പുനരുജ്ജീവിക്കാൻ വന്നു, പക്ഷേ അതിനുശേഷം വീണ്ടും സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമാവുന്നില്ല എന്ന വാർത്തയും വരുന്നു. ഇപ്പോൾ പാളയം മാർക്കറ്റിൽ നിന്ന് AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. AK അഭിലാഷിന് ഇഷ്ടപ്പെട്ട മുരിങ്ങക്ക അവിയൽ, മുരിങ്ങക്ക തോരൻ, അതേപോലെ ഈ ഉള്ളിത്തീയൽ, വെളുത്തുള്ളി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള നല്ല മീൻകറി, ഇതൊക്കെ ഇനിയിപ്പോൾ നഷ്ടമാവുമല്ലോ കുറച്ച് നാളത്തേക്ക്. AK അഭിലാഷ്, അരുൺ, ഇതിൽ ഇപ്പോൾ ചാലിൽ നിന്നും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നൊക്കെ വരുന്ന ആ വില വിവര പട്ടിക കേൾക്കുമ്പോൾ, ആ വില നിലവാരം കേൾക്കുമ്പോൾ കോഴിക്കോട്ടുള്ള ആളുകൾക്ക് കുറേ കൂടി ആശ്വാസകരമാണ് എന്ന് തോന്നുന്നു. കാരണം കോഴിക്കോട് അത്രത്തോളം വില വർധനവില്ല എന്നതാണ്. ഇത് നമുക്ക് പ്രധാനമായും ഇപ്പോൾ ശബരിമല സീസണാണ്. ആ ശബരിമല സീസണിൽ പലരും ഈ മാംസാദികളൊക്കെ വെടിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ പച്ചക്കറിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആവശ്യകത പച്ചക്കറിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ തക്കാളി വളരെ മുഞ്ചുള്ള, നേരത്തെ അവിടെ പറഞ്ഞതുപോലെയല്ല, ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള തക്കാളിയാണ് എത്തിയിരിക്കുന്നത്. ഈ തക്കാളിക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് 40, നേരത്തെ 80 രൂപയൊക്കെ വിറ്റിരുന്ന തക്കാളിയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു 30 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പെട്ടി തക്കാളിക്ക് 28 കിലോ ആണ് ഒരു പെട്ടിയിൽ വരുന്നത്. ആ തക്കാളിക്ക് ഇപ്പോൾ 750 രൂപയാണ്. ഏതാണ്ട് 28 രൂപയ്ക്കാണ് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് വരുന്നത്. അതായത് പുറത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു 35-40 രൂപയ്ക്ക് ഈ തക്കാളി വിൽക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ തക്കാളിയുടെ വിലക്കുറവ് നോക്കി, സാധാരണ ഇതിൽ മാർക്കറ്റിൽ അങ്ങനെയാണല്ലോ, തക്കാളിയുടെ വില എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടാണല്ലോ മറ്റ് സാധനങ്ങളുടെ വില എത്രത്തോളം ഉണ്ട് എന്ന് സ്കെയിൽ ചെയ്യാറ്. പക്ഷേ ഈ തക്കാളിയുടെ വില നോക്കി മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ സാമ്പാറിന് വേണ്ടുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതിനൊക്കെ വലിയ വർധനമുണ്ട് എന്നതാണ്. കാരണം ഈ ഉള്ളി, അതായത് സവാളയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 72 രൂപയാണ് ഇപ്പോൾ സവാളയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ വിലയുള്ളതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ വെണ്ടയ്ക്കും വലിയ തരത്തിൽ വില വർദ്ധിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് സഹലുണ്ട്, നമുക്ക് ഈ കടയുടെ ഉടമയാണ്. ഇന്നിപ്പോൾ പാളയം മാർക്കറ്റിൽ വലിയ തിരക്കുണ്ട്. കാരണം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ വ്യാപാരികളൊക്കെ ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ പച്ചക്കറികൾ വാങ്ങുന്നത്. ഏതായാലും ഇന്ന് നല്ല തിരക്കുണ്ടല്ലേ? തിരക്കുള്ള ദിവസമാണ്. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കൂടുതലുള്ളത്? വില കൂടുതലിപ്പോൾ ഉള്ളത് ഉള്ളി തന്നെ ഉള്ളൂ. ദീപാവലിക്ക് ശേഷം ഉള്ളി ഭയങ്കര റേറ്റ് കൂടി. ബാക്കിയുള്ളതൊക്കെ ഒരു നോർമൽ റേറ്റ് തന്നെ ഉള്ളൂ, കൂടുതലൊന്നും വലിയ റേറ്റ് ആയിട്ടില്ല. ഇങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ വില കൂടുന്നത്? ഉള്ളി ആ ദീപാവലിൻ്റെ ടൈമിൽ കൂടിയതാണ്, പിന്നെ കുറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ 70-75 വരെയൊക്കെ പോകുന്നുണ്ട്. വെളുത്തുള്ളിക്ക് എങ്ങനെയാണ് റേറ്റ്? വെളുത്തുള്ളി 330 വരെ റേറ്റാണ്. അതിപ്പം കൂടിയതാണോ? അല്ല, അത് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് കൂടുതലാണ്. ഇഞ്ചിക്ക് നേരത്തെ വലിയ തരത്തിലുള്ള റേറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി? ഇഞ്ചി ഇപ്പോൾ 35-40 രൂപ കണ്ടീഷനോ വളരെ കുറഞ്ഞു. അതുകൊണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് പറഞ്ഞത് 80 രൂപയ്ക്ക് മുകളിലായിരുന്നു ഇഞ്ചിക്ക് വില എന്നുള്ളത്. പക്ഷേ ഇവിടെ 35 രൂപയിലേക്ക് താഴേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റേത് ഏതിനൊക്കെയാണ് വില കൂടുതലുള്ളത്? വില ബാക്കിയുള്ളതൊക്കെ കുറവാണ്. പിന്നെ തക്കാളിയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 100 രൂപ 200 രൂപ ബോക്സിൻ്റെ മുകളിൽ കൂടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മാസം കുറഞ്ഞിരുന്നു, പക്ഷേ വീണ്ടും ചെറിയൊരു കൂടുതൽ വന്നിട്ടുണ്ട്. എന്നാലും ഒരു 26-27 രൂപ കിലോന് റേറ്റ് വരുള്ളൂ. ബോക്സിന് ഒരു 200 രൂപ കൂടി ഉണ്ടാവും. ഇത് മഴ കൊണ്ടാണോ? മഴ കൊണ്ടല്ല, ഇപ്പോൾ മറ്റേ ശബരിമല സീസണൊക്കെ ആയില്ല, അപ്പോൾ ഇവിടെ കൺസ്യൂമിങ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെയും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അല്ലേ? ഉള്ളി ദീപാവലിൻ്റെ ടൈമിൽ കൂടിയതാണ്. അവിടെ ദീപാവലിൻ്റെ ടൈമിൽ ലീവായപ്പോൾ കുറച്ച് റേറ്റ് നല്ല ജമ്പായി. ഉള്ളി കിട്ടാനില്ലാത്തൊരു സാഹചര്യമായിരുന്നു ഇവിടെ. ഓക്കെ, ഭയങ്കര റേറ്റ് ജമ്പായിരുന്നു. അപ്പോൾ വില കൂടിയപ്പോൾ കച്ചവടം കുറഞ്ഞിട്ടുണ്ടോ? കച്ചവടം ഉള്ളി ഉപയോഗം ആൾക്കാർ ലേശം കുറച്ച്. അരുൺ, ഇത് തന്നെയാണ് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഈ പച്ചക്കറിക്ക് ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. അത്രത്തോളം ലഭ്യത ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ല എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില വില വർധനവ് ചില സാധനങ്ങൾക്ക്, അതായത് തക്കാളിക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. ഉള്ളിക്ക്, വെളുത്തുള്ളി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് വലിയ തരത്തിൽ വില വർദ്ധിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഏതായാലും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കോഴിക്കോട്ട് വില കുറവാണ് എന്ന് തന്നെ വേണം പറയാൻ. അരുൺ, ഏകാഭിലാഷി, സുലു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, പച്ചക്കറിക്കും ചിക്കനും വില കൂടിയാൽ ഹോട്ടലുകാർ വില വർദ്ധിപ്പിക്കും. സംഭവം ശരിയാ.
പ്രത്യേകിച്ച് ഈ പൂനെ സവാളയ്ക്കൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ ചിക്കന് വില കൂടും. ചിക്കൻ ബിരിയാണി അടക്കം, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ് ഇതിനൊക്കെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ ഈ പച്ചക്കറിയുടെ വില താഴ്ത്തിയാൽ പോലും ഈ ഹോട്ടലുകാർ വില കുറയ്ക്കില്ല എന്നൊരു പരാതി ഒരു പ്രേക്ഷകൻ പറയുന്നു. അതൊരു പരിധിവരെ ശരിയായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് കാലാവസ്ഥാ വ്യതിയാനം കൂടി ഉണ്ടായ ഒരു വിലവർധനമാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. എന്തായാലും നടുമുടിക്കുന്ന രീതിയിൽ പല പച്ചക്കറിയുടെയും വില കൂടുന്നു. മുരിങ്ങക്കാൾ നല്ല വില കൂടിയിട്ടുണ്ട്. സവാള 10 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. പൂനെ 10 രൂപയല്ല വർദ്ധിച്ചിരിക്കുന്നത്, തക്കാളിക്കാണ് 10 രൂപ. പൂനെ സവാള വർദ്ധിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് വരുന്ന ഇഞ്ചി ഇപ്പോൾ കിട്ടാനില്ലാത്തൊരവസ്ഥയുണ്ട്. മണ്ഡലകാലം കൂടിയാണ്, പ്രത്യേകിച്ച് ഈ മാസം കടന്നുകൂടണം. അപ്പോൾ അത്യാവശ്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വെളുത്തുള്ളി വാങ്ങാൻ പോകുമ്പോൾ ഗ്രാമടിസ്ഥാനത്തിൽ വാങ്ങിയാലേ വല്ല രക്ഷയുള്ളൂ. വെളുത്തുള്ളിക്ക് നല്ല വില കയറി കിടക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി ഉപയോഗിച്ചുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾ തൽക്കാലത്തേക്ക് ഒന്ന് പിടിച്ചുപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ പൂനെ സവാളയ്ക്ക് പകരം മധുരമുള്ള കുഞ്ഞ് സവാള കിട്ടും, അത് ഉപയോഗിച്ചുള്ള ചെറിയ കറികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. താങ്ക് യു സൈഫുനീസ, താങ്ക് യു അരുൺ സോളമൻ, താങ്ക് യു അഭിലാഷ്. നമുക്കൊപ്പം പ്രേക്ഷകരിലേക്ക്